إن الحمد لله حمدا طيبا كثيرا مباركا فيه غافر الذنب قابل التوب سريع الحساب شديد العقاب نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يحلفون لكم لتهنوا عنهم فإن ترضوا عنهم فإن الله لا يرضى عن القوم الفاسقين സ്നേഹമുള്ള സഹോദരികളെ, പരമകാരുണ്യന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ വിധിവിലക്കുകളും യഥാവിധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് യഥാർത്ഥ മുവഹിദുകളും മുത്തഖീകളുമായി ജീവിക്കുവാൻ പരമാവധി യത്നിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഉണർത്തുകയാണ്. അല്ലാഹു അവൻ്റെ ഉത്തമദാസന്മാരിൽ ഉൾപ്പെട്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് അവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിലെ ചില സംഭവ വികാസങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. മുഹറം വിശ്വാസികൾക്ക് പകർന്നു നൽകുന്ന ഒരുപാട് പാഠങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടായിട്ടും ഈ പരിശുദ്ധ മാസത്തെ ബിദഅത്തുകൾ കൊണ്ടും ദുശ്ശകുനങ്ങൾ കൊണ്ടും ശിർക്കൻ ആചാരങ്ങൾ കൊണ്ടുമെല്ലാം മൂടാൻ ശ്രമിക്കുന്ന ഒരു വല്ലാത്ത പ്രവണതയാണ് നമ്മുടെ നാടുകളിൽ പോലും കാണാൻ സാധിക്കുന്നത്. പരിശുദ്ധമായ മാസത്തിന്റെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നവരായ ആളുകൾക്ക് അതിനനുസൃതമായ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടതായ മാസക്കാലം. പക്ഷേ ഇസ്ലാമിലെ ആദ്യ അവാന്തര വിഭാഗമായിക്കൊണ്ട്
അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെതിരെ ശക്തമായി പട നയിച്ചുകൊണ്ടിരിക്കുന്ന ഷിയായിസത്തിന്റെ ചില ഇടപെടലുകളാണ് ഈ മുഹറം മാസത്തെ ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇസ്ലാമിന് അന്യമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പുലർത്തി പോന്നതായ ആശയാദർശങ്ങൾക്ക് വിരുദ്ധമായ തങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും മാർക്കറ്റ് ചെയ്യുവാനായി ഷിയാക്കൾ ഉണ്ടാക്കിയെടുത്തതായിരുന്നു യഥാർത്ഥത്തിൽ ഹുസൈനിയാത്തുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പോയതായ ആശയാദർശങ്ങൾക്കും അനുഷ്ഠാന മുറകൾക്കും വിരുദ്ധമായി തങ്ങളുടെ കൂട്ടത്തിലേക്ക് ആളുകളെ ആകർഷിക്കുക എന്നുള്ള ഗൂഢമായ ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് മനുഷ്യരുടെ സുഖിക്കുവാനും ആഘോഷിക്കുവാനും വിനോദങ്ങളിലൂടെ ആനന്ദം കണ്ടെത്തുവാനും ഉള്ള പ്രകൃതിപരമായ ത്വരയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ദീനിയായ പരിവേഷം ചാർത്തി അതിലൂടെ കുറെ ആളുകളെ തങ്ങളുടെ ആശയത്തിനനുസരിച്ച് തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താനുള്ള ഷിയായിസത്തിന്റെ ഗൂഢമായ ശ്രമങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ഹിജറ 4-ാം നൂറ്റാണ്ടിൽ ബുഹൈബികളുടെ ഭരണകാലത്തായി ലോകത്ത് നിലവിൽ വന്നതായിരുന്നു ഹുസൈനിയാത്ത് എന്ന് കാണുവാൻ സാധിക്കും. നമ്മൾ എന്തിനാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇവിടെ സംസാരിക്കുന്നത്, അതിന്റെ ആവശ്യകത എന്ത് എന്നുള്ള ഒരു ചോദ്യം ഒരുപക്ഷെ നിങ്ങളുടെ പലരുടെയും മനസ്സുകളിൽ വന്നിട്ടുണ്ടാവാം. ഒരുപാട് വിദ്യാർത്ഥികൾ കണ്ടും കേട്ടും വളർന്നവരായ നാം അതിന്റെ ഉത്ഭവങ്ങളെ കുറിച്ച് പലപ്പോഴും അറിവില്ലാത്തവരും ഒരുപാട് കാലങ്ങൾക്ക് മുൻപായി സമുദായത്തിലേക്ക് കടന്നു വന്ന് അതിനെ ആചാരമായി കൊണ്ട് പുലർത്തിപ്പോരുന്നതായ രീതിയിൽ പാരമ്പര്യമായി കൊണ്ട് അനുഷ്ഠിച്ചു പോരുന്ന കുറെ ബിദ്അത്തുകൾ, അതോടൊപ്പം നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ പോലും നമുക്ക് അന്യമായിരുന്ന, നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാർക്ക് പോലും പരിചയമില്ലാതിരുന്ന ചില പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതത്തിന്റെ ഭാഗമായി കൊണ്ട് കടത്തിക്കൂട്ടുവാനുള്ളതായ ശ്രമങ്ങൾ ചുറ്റുപാടുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ മുഹറം 10-ന് വളരെ വിപുലമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ സാധാരണ ഇന്ത്യയുടെ
വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ കണ്ടുവരാറുള്ള കർബലയുമായി കൊണ്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളതായ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലും മുഹറം 10 ബന്ധപ്പെട്ട് പ്രത്യേകമായ മജ്‌ലിസുകൾ സംഘടിപ്പിക്കുകയും ഹുസൈനിയാത്തുകൾക്ക് പുതുജീവൻ നൽകുന്ന രീതിയിലുള്ള ചടങ്ങുകളും പരിപാടികളുമായി മുഹറം 10 ഒരു പ്രത്യേക ദീനി ആചാരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായ ചില നീക്കങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് ആഘോഷിക്കേണ്ടതുണ്ട്. ആ ആണ്ടിന് പ്രത്യേകമായ രീതിയിലുള്ള ആരാധന കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് മാലോകരോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഒരു വലിയ വിഭാഗം ആളുകളെ സംഘടിപ്പിച്ച് ചില ചടങ്ങുകൾ നടത്തിയതൊക്കെ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ ഇക്കഴിഞ്ഞ ഹജ്ജുമായി കൊണ്ട് ബന്ധപ്പെട്ട് ലോകത്ത് ഷിയായിസം ഏറ്റവും അധികം കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്ന ഇറാനിൽ നിന്നുള്ളവരായ ആളുകൾ അവരുടേതായ ചില ഹുസൈനിയാത്തുകൾ നടപ്പിലാക്കുന്നത് സൗദി ഗവൺമെന്റ് അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ അവർ ഹജ്ജിൽ നിന്ന് വരെ ഈ വർഷം മാറി നിന്നതും ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഭവനങ്ങളായി ഭൂമിയിൽ അറിയപ്പെടുന്ന, അല്ലാഹുവിനെ സ്മരിക്കുവാനായി ഭൂമിയിൽ പണികഴിപ്പിക്കപ്പെട്ടിട്ടുള്ളതായ ആ ഭവനങ്ങൾക്ക് പകരം തങ്ങളുടേതായ ഹുസൈനിയാത്തുകൾ പടുത്തുയർത്തുന്നതായ ഷിയാക്കൾ അവരുടെ വാദങ്ങൾ തന്നെ ഇവിടെ പണികഴിപ്പിക്കപ്പെട്ടിട്ടുള്ളതായ പരിശുദ്ധ ഭവനങ്ങളെല്ലാം പൊളിച്ചു കളയണം എന്നുള്ളതാണ്. ഇന്നൽ ഖായിമ ല യഹ്ദുമുൽ മസ്ജിദൽ ഹറാം ഹത്താ യറുദ്ദുഹു ഇലാ അസാസിഹി വൽ മസ്ജിദുൻ നബവി ഇലാ അസാസിഹി. മക്കയിലെ ഹറം മസ്ജിദുൽ ഹറമായിരുന്നാലും മദീനയിലെ മസ്ജിദുൻ നബവി ആയിരുന്നാലും അതെല്ലാം യഹൂദം തകർക്കപ്പെടേണ്ടവയാണ്. എന്നിട്ട് അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് അതിനെ മടക്കേണ്ടതുണ്ട് എന്ന് തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്നവരായ ആളുകളാണ്. തങ്ങൾക്കും ഹജ്ജ് നടത്താനുള്ള അവകാശം നൽകണം എന്ന് പറഞ്ഞ് ഉപയോഗിച്ച് സംഭാഷണങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനുള്ള ഭവനങ്ങളാവുന്ന മസ്ജിദുകൾ, ആ രീതിയിൽ ഒരു മസ്ജിദെങ്കിലും പണികഴിപ്പിക്കാനുള്ള അനുവാദം നൽകാത്ത അവർ തങ്ങളുടേതായ രീതിയിലുള്ള ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാനായി പടുത്തുയർത്തപ്പെട്ടവയായിരുന്നു ഹുസൈനിയാത്തുകൾ എന്ന് കാണാൻ സാധിക്കും. 4-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ ഉണ്ടായിരുന്ന സൂഫികളിലൂടെ കടന്നു വന്നതായ ഖവാനിഖുകളാണ്
പിന്നീട് ഹുസൈനിയാത്തുകളായിക്കൊണ്ട് രൂപാന്തരം പ്രാപിച്ചത് എന്നും ചരിത്രം പറയുന്നു. സൂഫികളുടെ മ്യൂസിക്കും മറ്റ് ഗാനാലാപനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആരാധന സമ്പ്രദായങ്ങൾ നടപ്പിലാക്കുവാനായി കൊണ്ടവരുണ്ടാക്കിയിരുന്ന ഖാനിഖകൾ. ഖാനിഖ എന്ന പെർഷ്യൻ വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ബൈത്തുൽ അഖിൽ അല്ലെങ്കിൽ മഖാനുൽ അഖിൽ എന്നുള്ളതാണ്. തീറ്റയുടെയും കുടിയുടെയും സ്ഥലം എന്നുള്ള അർത്ഥത്തിലുള്ള ജീവിതത്തിനെ ഏതൊക്കെ തരത്തിൽ ആസ്വദിക്കാൻ കഴിയുമോ അതിനുള്ള മാർഗങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുണ്ടാക്കിയിരുന്നതായ ഖാനിഖകളാണ് പിന്നീട് ഹുസൈനിയാത്തുകളായിക്കൊണ്ട് രൂപാന്തരപ്പെട്ടത് എന്ന് ചരിത്രം പരിചയപ്പെടുത്തുന്നു. എന്താണ് ഹുസൈനിയാത്തുകളും യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതിനുള്ള മസ്ജിദുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ ആരാധിക്കുവാനുള്ള പള്ളികൾ, അതിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയദ്കറ ഫീഹ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഉദുവ്വി വൽ ആസാൽ. അള്ളാഹുവിനെ മാത്രം ഓർമ്മിക്കുവാൻ, അള്ളാഹുവിന്റെ നാമം ഉയർത്തുവാൻ, അള്ളാഹുവിന് വേണ്ടി തസ്ബീഹുകൾ അർപ്പിക്കുവാൻ പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിന്റെ സ്തോത്രകീർത്തനങ്ങൾ അർപ്പിക്കുവാനായി ആളുകൾക്ക് വന്നു ചേരാനുള്ള സ്ഥലം എന്നതാണ് മസാജിദുകളെ കുറിച്ച്, പള്ളികളെ കുറിച്ച് പടച്ച തമ്പുരാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇവര് പണി കഴിപ്പിക്കുന്നതായ ഇവര് രൂപം കൊടുക്കുന്നതായ ഹുസൈനിയാത്തുകൾ എന്നുള്ളത് ഒരിക്കലും നമസ്കാരത്തിനോ ആരാധനാ കർമ്മങ്ങൾക്കോ വേണ്ടി മാത്രമായി കൊണ്ടുള്ളതായ കാര്യങ്ങളല്ല. മറിച്ച് അവരുടെ എല്ലാ തരത്തിലുള്ള ഐതിഹ്യ കഥകളും ആ രീതിയിലുള്ളതായ നാടകങ്ങളും അവതരണങ്ങളും എല്ലാം നടപ്പിലാക്കുന്നതായ ഒരു കേന്ദ്രം എന്നുള്ള നിലക്കാണ് അവരുടെ ഹുസൈനിയത്തുകളെ കാണുന്നത്. അതിന്റെ കെട്ടിട നിർമ്മാണത്തിൽ പോലും അതിനനുസൃതമായ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും. എവിടെ ഒരു പള്ളിയുടെ ബിൽഡിംഗ് നമ്മൾ കണ്ടാലും കെട്ടിടം നമ്മൾ കണ്ടാലും നമുക്കത് വേഗത്തിൽ തിരിച്ചറിയാം. അത് ഇന്ത്യയിലായിരുന്നാലും സൗദി അറേബ്യയിലായിരുന്നാലും വേറെ ഏതെങ്കിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലായിരുന്നാലും യൂറോപ്പിലായിരുന്നാലും അമേരിക്കയിലായിരുന്നാലും ഒക്കെ അതിൻ്റെതായ എഞ്ചിനീയറിംഗ് രീതികൾ എല്ലായിടത്തും ആ തരത്തിൽ തന്നെ ഉപയോഗിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ കെട്ടിലും മട്ടിലും രൂപഭംഗിയിലും മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും എല്ലായിടത്തും മിഹ്റാബുകളും മിമ്പറുകളും മറ്റു കാര്യങ്ങളും ഒക്കെയായി ഒരു പൊതുരൂപം ആ പള്ളികൾക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഹുസൈനിയാത്തുകളെ സംബന്ധിച്ചിടത്തോളം അത് കേവലം ചില വീടുകളുടെ രൂപത്തിലോ ചില ഹാളുകളുടെ രൂപത്തിലോ ആ രീതിയിലുള്ള ചില ബിൽഡിങ്ങുകളുടെ കോലത്തിൽ മാത്രമാക്കിക്കൊണ്ട് അവർ നിർമ്മിച്ചെടുക്കുന്നതായ ഒന്നായിട്ട് കാണുവാൻ സാധിക്കും. പലപ്പോഴും അതിന്റെ നീളമോ വീതിയോ പ്രത്യേകമായ രീതിയിൽ തയ്യാറാക്കാതെ റൂമുകളായി അതല്ലെങ്കിൽ ഹാളുകളായി പല രീതിയിൽ ചുമരുകൾ കൊണ്ട് മറക്കപ്പെട്ടതായ രീതിയിലൊക്കെ വ്യത്യസ്തങ്ങളായ ജീവിതത്തിലെ ആഘോഷങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന തരത്തിൽ സംവിധാനങ്ങളോടുകൂടി അവരുണ്ടാക്കി തീർക്കുന്നതായ ബിൽഡിങ്ങുകളാണ്, കെട്ടിടങ്ങളാണ് അവരുടെ ആരാധനാ കേന്ദ്രങ്ങളായി കൊണ്ട് അറിയപ്പെടുന്നതായ ഹുസൈനിയാത്തുകൾ എന്ന് കാണുവാൻ സാധിക്കും. പള്ളികളിൽ സാധാരണയായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനാണ് കാണുവാൻ സാധിക്കുക, ഇസ്ലാമികമായ ഗ്രന്ഥങ്ങളാണ് കാണുവാൻ സാധിക്കുക എങ്കിൽ ഹുസൈനിയാത്തുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനാ കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ കാണുവാൻ സാധിക്കുന്നത് മ്യൂസിക്കിൻ്റെതായ സംഗീതത്തിൻ്റെതായ ഉപകരണങ്ങളും അത് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായ സ്ക്രീനുകളും അതിനുള്ളതായ സംവിധാനങ്ങളും അതേപോലെ തന്നെ മഹാന്മാരായ മഹാന്മാരെന്ന് ചാർത്തി കൊടുത്തിരിക്കുന്നതായ ആ ഇമാമുകളുടെ കേവല ചിത്രങ്ങളുമൊക്കെയാണ് അവരുടേതായ ഹുസൈനിയാത്തുകൾക്കുള്ളിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പള്ളിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പുറമെ കാണുമ്പോൾ തന്നെ
അതിന്റെ ഒരു ഗാംഭീര്യം നമുക്ക് ഉൾക്കൊള്ളുവാനാകും. അത് പ്രത്യേകമായ രീതിയിലുള്ള പെയിന്റിങ്ങുകളൊന്നും ഉപയോഗിക്കാതെ ആളുകൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിന് ശാന്തി ഉണ്ടാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ മാത്രമേ അതിന്റെ പുറത്തുണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ ഹുസൈനിയാത്തുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മോടി കൂട്ടി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ശക്തമായ പെയിന്റിങ്ങുകളും അതേപോലെ തന്നെ അവരുടെ നേതാക്കന്മാരുടെ ചിത്രങ്ങളാലും കൊണ്ടും അലങ്കൃതമാക്കിയിട്ടുള്ളതായ പുറം ഭിത്തികളായിരിക്കും ഹുസൈനിയാത്തുകൾക്ക് അവർ നൽകിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അതേപോലെ പള്ളികളിൽ നമസ്കാരം എന്നുള്ള ആരാധനാകർമ്മം അത് ജമാഅത്തായിക്കൊണ്ട് കൃത്യമായ സമയങ്ങളിൽ നിർവഹിച്ചു പോരുമ്പോ ഒരിക്കലും നമസ്കാരം ജമാഅത്തായിക്കൊണ്ട് നിർവഹിക്കുന്നതായ ഒരു രീതി തന്നെ ഹുസൈനിയാത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. തന്നെയുമല്ല, ആ രീതിയിൽ ആളുകൾക്ക് സംസ്കരണം നൽകുന്ന, തസ്കിയത്ത് നൽകുന്ന, തർബിയത്ത് നൽകുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും രീതികളും പ്രവർത്തനങ്ങളും ഹുസൈനിയാത്തുകളിൽ കാണുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാ. മറിച്ച് അവരുടെ ഇമാമുകളായിക്കൊണ്ട് അവര് ചാർത്തിയിരിക്കുന്നതായ ഇമാമുകളെ സംബന്ധിച്ചുള്ളതായ വർത്തമാനങ്ങളും കെട്ടുകഥകളും ആ രീതിയിലുള്ള വിപ്ലവങ്ങളെ കുറിച്ചുള്ളതായ കഥകളുമായിരിക്കും അവരുടേതായ ഹുസൈനിയാത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കുക എന്നതാണ്. തന്നെയുമല്ല, അവിടേക്ക് ആരാധനാകർമ്മം നിർവഹിക്കുവാനായിക്കൊണ്ട് വിളിച്ചുണർത്തുമ്പോ ബാങ്കിന്റെ വചനങ്ങൾ ഏകദേശമൊക്കെ ഉപയോഗിക്കുന്നതായ അവർ നമുക്കറിയാവുന്നതുപോലെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് കഴിഞ്ഞാൽ പിന്നെ അവർ പറയാറുള്ളത് അഷ്ഹദു അന്ന അലിയൻ വലിയുള്ളാഹ് എന്നുള്ള വചനം കൂടിയാണ്. ബാങ്കിന്റേതായിക്കൊണ്ട് അവരുടെ ഹുസൈനിയാത്തുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നതായ ഷഹാദത്തിന്റെ മൂന്നാമത്തെ വചനമായിക്കൊണ്ട് ഈ ഒരു വാക്യം കൂടി ഉയർന്നു കേൾക്കുന്നതായിക്കൊണ്ട് കാണാം. അതേപോലെ ഹയ്യ അലൽ സലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്നതിന്റെ അപ്പുറം ഹയ്യ അലാ ഖൈറിൽ അമൽ എന്നുള്ള അവരുടേതായ പുതിയ രീതികൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ബാങ്കുലികളാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്ലാഹുവിന്റെ പള്ളികളാവുന്ന മസ്ജിദുകളിൽ നിന്നും ഇൽമു പഠിച്ചതായ ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കിയവരായ ആളുകൾ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ മറ്റുള്ളവരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുന്ന ഖുതുബകളും ക്ലാസുകളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോ അവർക്കിടയിൽ അവർ തീരുമാനിക്കുന്നതായ നേതാവ് അവരുടേതായ ചില പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് ആ വീരഗാഥകൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പരിശുദ്ധമായ പള്ളികളായിരുന്നാൽ പോലും ഖുർആനിന്റെ പാരായണം എത്രമാത്രം പ്രതിഫലാർഹമാണെങ്കിലും അത് പള്ളികളിൽ ഉച്ചത്തിൽ ഓതിക്കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു രീതി ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ളതായ കാര്യമാണ്. കാന റജുലു ഇദാ ഹാജറഹു ദഫഅു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ റജുലിൻ മിന്നാ യുഅല്ലിമുൽ ഖുർആൻ. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സഹോദരൻ മറ്റൊരു സഹോദരന് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരൽപ്പം ശബ്ദം വരുന്നതായ സന്ദർഭം ഉണ്ടായപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ ശബ്ദം ഉയർത്തുന്നതിൽ നിന്നും തടഞ്ഞതായിക്കൊണ്ട് ഹദീസിൽ കാണുവാൻ സാധിക്കും. വകാലി മസ്ജിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജ്ജതൻ ബിതിലാവത്തിൽ ഖുർആൻ. പ്രവാചകന്റെ പള്ളിയിൽ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഖുർആൻ ഓതിയപ്പോ അത് വല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു ലജ്ജത്തായിക്കൊണ്ട് ഒരു ഉയർന്ന ശബ്ദമായിക്കൊണ്ട് അത് പുറത്തു വരുന്നതായ ഒരവസ്ഥയുണ്ടായപ്പോ അമറഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യഖ്ഫദു അസ്വാതഹും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖുർആൻ പാരായണത്തിന്റെ ശബ്ദം കുറക്കാൻ ആവശ്യപ്പെട്ടു. പള്ളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം പാരായണം ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായ വേദഗ്രന്ഥം, ഹർഫുകൾക്ക് 10 നന്മകൾ പ്രതിഫലം കിട്ടുന്നതായ ആ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പക്ഷേ എന്നിട്ട് പോലും അത് പള്ളികളിൽ വെച്ച് ശബ്ദമുയർത്തിക്കൊണ്ടായപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയെ തടയുകയും അവരോട് ശബ്ദം താഴ്ത്തിക്കൊണ്ട് അത് പാരായണം ചെയ്യുവാൻ ആവശ്യപ്പെടുകയും ചെയ്തതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. അതിനപ്പുറം യാതൊരു തരത്തിലുള്ളതായ വിനോദങ്ങൾക്കും ആ രീതിയിലുള്ളതായ പരിപാടികൾക്കും അള്ളാഹുവിന്റെ ഭവനങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതി
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹുസൈനിയാത്തുകളായി കൊണ്ടറിയപ്പെടുന്ന ഷിയാക്കളുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഉച്ചത്തിലുള്ളതായ പാട്ടുമേളങ്ങളായിരിക്കും, ഗാനമേളകളായിരിക്കും, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനങ്ങളാണ് അവിടെ കേൾക്കുവാൻ സാധിക്കുക. അതിനകത്തിരുന്ന് പുകവലിക്കുന്നതിനോ എത്രത്തോളം എന്ന് വെച്ചാൽ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതിന് പോലും വിരോധമില്ലാത്ത രീതിയിൽ അവിടെ ഹുസൈനിയാത്തുകൾ അവർ ഉപയോഗപ്പെടുത്തുന്നതായി കൊണ്ട് അത് സന്ദർശിക്കുന്ന വേളയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. അതൊന്നും അവിടെ നിരോധിക്കപ്പെട്ടതല്ല, അവർക്ക് അതവിടെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കർമ്മമായി കൊണ്ട് അവർ നിശ്ചയിച്ചിട്ടുമില്ല. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം അവരുടെ ദീനിന്റെ അതല്ലെങ്കിൽ അവരുടെ മതപരമായ ആചാരങ്ങളുടെ ഭാഗമായി കൊണ്ട് തന്നെ കാണുകയും അത് ജീവിതത്തിൽ പുലർത്തിപ്പോരുകയും ചെയ്യുന്നതായി കൊണ്ടാണ് കാണുവാൻ സാധിക്കുന്നത്. അവിടെ അല്ലാഹുവിനെ ആരാധിക്കുന്ന ഭവനങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് അവർ സാധാരണ പുറത്ത് പറയാറുള്ളത്. അത്തരം ബിൽഡിങ്ങുകൾ തകർത്തെറിയുന്നതും അവിടെ വരുന്നവരായ ആളുകളെ കൊല്ലുന്നതും അവരുടെ സ്വത്തുക്കള് കവർന്നെടുക്കുന്നതും ഒക്കെ തങ്ങളുടെ മതത്തിന്റെ ആചാരത്തിന്റെ ഭാഗമായി കൊണ്ട് കണ്ട് തങ്ങളുടെ ആളുകൾക്ക് അത് അനുവദനീയമാക്കി കൊടുക്കുന്ന രീതികളാണ് അവരുടെ ഹുസൈനിയാത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മഹാനായ പ്രവാചകന്റെ പൗത്രൻ ഹുസൈൻ റളിയല്ലാഹുവിനെ കുറിച്ചുള്ളതായ അതിമനോഹരമായ കവിതകൾ അത് സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടി പാടുവാനും ആ സംഗീതത്തിന്റെ ലഹരിയിലൂടെ ആ ലഹരിയുടെ ഉന്മാദനത്തിലൂടെ ആത്മീയതയുടെ അതിതീവ്രതയിലേക്ക് എത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത രീതിശാസ്ത്രമായി കൊണ്ടാണ് ആ ഹുസൈനിയാത്തുകളെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ അറിയണം, ഈ രീതിയിലുള്ള ഷിയാക്കളുടെ പ്രവർത്തനങ്ങളാണ് അഹ്ലുസുന്നയുടെ ലേബൽ പതിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുവരാനുള്ളതായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എത്രമാത്രം ഗൗരവതരമായ ബിദ്അത്തുകളാണ് അവർ ഈ നമ്മുടെ നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലുള്ള ഹുസൈനിയാത്തുകളുടെ അരിച്ചു കയറലിനെതിരെ നമ്മുടെ നാട്ടിൽ കടന്നു വന്നിട്ടുള്ള ഏത് ബിദ്അത്തുകളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവയെല്ലാം ഈ ഷിയായിസത്തിന്റെ ചാനലിലൂടെ അഹ്ലുസുന്നയുടെ ലേബൽ ഒട്ടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടതാണ് എന്ന് കാണുവാൻ സാധിക്കും. ആ രീതിയിൽ തന്നെയുള്ള ഒരു പുതിയ രീതിയായി കൊണ്ട് കടന്നു വരികയാണ്. നമ്മുടെ നാട്ടിലെ അഹ്ലുസുന്നത്തിന്റെ ആളുകളും അവകാശപ്പെടുന്നവരായ ആളുകളും അവരുടെ സ്ഥാപനങ്ങളും സംഘടനകളും ഒക്കെ ഇറക്കുന്നതായ കലണ്ടറുകളിൽ മുഹറം മാസത്തിന്റെ ആദ്യ ദിവസങ്ങൾ ശകുനങ്ങളായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഹുസൈനിയാത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നതാ. കല്യാണങ്ങൾ നടത്തൂല, പ്രത്യേകമായ പരിപാടികൾ സംഘടിപ്പിക്കുകയില്ല. ആ രീതിയിലുള്ള നല്ല കാര്യങ്ങൾക്കൊന്നും പറ്റാത്തതായ നഹ്സ് കൊല്ലുന്നതായ നഹ്സുകൾ കൽപ്പിക്കപ്പെട്ടതായ ദുശ്ശകുനത്തിന്റെ ദിവസങ്ങളായി കൊണ്ടാണ് മുഹറം 1 മുതൽ 10 വരെയുള്ളതായ ദിവസങ്ങളെ അവർ കാണുന്നത്. ഇത് ഹുസൈനിയാത്തിന്റെ ഭാഗമായി കൊണ്ട് കടന്നു വന്നതാ. നമ്മൾ കഴിഞ്ഞ വർഷം മുഹറമിന്റെ സന്ദർഭത്തിൽ നമ്മൾ ചർച്ച ചെയ്തു, എന്തുകൊണ്ടാണ് ഇതിനെ ദുശ്ശകുനമായി കൊണ്ട് എണ്ണപ്പെട്ടത്, എന്തുകൊണ്ടാണ് മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ നഹ്സായി കൊണ്ട് എണ്ണപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. കർബല എന്ന് പറയുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ദാരുണമായ അന്ത്യത്തിന് കാരണമായി തീർന്ന കർബല യുദ്ധം നടന്നതായ ആ ദിവസങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ഈ ദിവസങ്ങളെ ദുശ്ശകുനങ്ങളായി കൊണ്ട് കാണുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു സഹിച്ചതായ പ്രയാസങ്ങളും അനുഭവിച്ചതായ വേദനകളും ഒക്കെ ഉൾക്കൊള്ളുന്നതായ ദിവസങ്ങളായതുകൊണ്ട് ആ ദിവസങ്ങളെ ഷിയാക്കൾ ദുശ്ശകുനമായി കൊണ്ട് കണ്ടെങ്കിൽ അതേ ദുശ്ശകുനത്തിന്റെ ആചാരങ്ങള് നമ്മുടെ നാട്ടിലും അഹ്ലുസുന്നയുടെ ലേബലിലാണ് മാർക്ക് ചെയ്യാൻ ശ്രമിച്ചത്. ഇന്നും അതിൽ നിന്നും പിന്നോക്കം പോയിട്ടില്ല. ഇന്ന് മുഹറമിലെ 1 മുതൽ 10 വരെയുള്ളതായ ദിവസങ്ങളെ നഹ്സിന്റെ ദിനങ്ങളായി കൊണ്ട് കാണുന്നവരാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ എന്ന് കാണുവാൻ സാധിക്കും. ആ കൂട്ടത്തില് ആ രീതിയിൽ
തന്നെ ഈ ഒരു പുതിയ ഷിയായിസത്തിന്റെ ആചാരങ്ങളും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ പേരിലുള്ള പുതിയ മൗലൂദുകളും അദ്ദേഹത്തിന്റെ പേരിൽ ഷിയാക്കൾ ഉണ്ടാക്കി തീർത്തിട്ടുള്ളതായ ആ മാലകൾ പാടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആണ്ട് പ്രത്യേകമായി കൊണ്ടാടുന്ന അവസ്ഥയിലേക്ക് ഈ വർഷം നമ്മുടെ നാട്ടിൽ അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനിയൊരു ആചാരമായി, അതൊരു സുന്നത്തായി, അത് ചെയ്യാത്തവൻ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ ഉൾപ്പെടുവാൻ അർഹതയില്ലാത്തവനായിക്കൊണ്ട് രീതിയിലേക്ക് ഇസ്ലാമിന്റെ ഒരു വലിയ ചിഹ്നമായിക്കൊണ്ട് അത് സമീപ ഭാവിയിൽ മാറുന്നത് നമുക്കൊക്കെ കാണാം. ഈ വിദഅത്തിനെതിരെ, ഈ രീതിയിലുള്ള വിദഅത്തിന്റെ കടന്നു വരവിനെതിരെ, അതിന്റെ പ്രചാരണത്തിനെതിരെ ഏറ്റവും ശക്തമായി കൊണ്ട് നമ്മൾ നീങ്ങേണ്ടതായ ഒരു സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും ഇസ്ലാമികമായി കൊണ്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ മുറുകെ പിടിക്കുക എന്നുള്ളത്, ആ സുന്നത്തിനനുസൃതമായി കൊണ്ട് ജീവിക്കുക എന്നുള്ളത്, ആ സുന്നത്തിനനുസൃതമായി കൊണ്ട് ജീവിതത്തിന്റെ കാര്യങ്ങൾ സംവിധാനിക്കുക എന്നുള്ളത് ഏറ്റവും പ്രയാസകരമായ ഒരവസ്ഥ, അതിന് സംജാതമാകുന്ന ഒരു കാലം എന്റെ ഉമ്മത്തിന് കടന്നു വരുമെന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയുക, ഉമ്മത്തെ, വിശ്വാസ സമൂഹമേ, നമ്മൾ അറിയേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരായ ആളുകൾക്കെതിരെ അതിശക്തമായ കരങ്ങൾ നീണ്ടു വന്നുകൊണ്ടിരിക്കുന്ന ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണോ നാം എന്ന് ആലോചിക്കേണ്ടതുണ്ട്. നാം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ നേരെ എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നവരായ ആളുകൾക്ക് നേരെ മറ്റുള്ളതായ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മുഴുവൻ സമൂഹവും നിങ്ങളെ നശിപ്പിക്കുവാനും നിങ്ങളെ പ്രയാസപ്പെടുത്താനും നിങ്ങൾക്ക് നേരെ കൈനീട്ടുന്ന, നിങ്ങൾക്ക് നേരെ അവരുടെ കുതന്ത്രങ്ങൾ തിരിച്ചുവിടുന്നതായ ഒരവസ്ഥ എന്റെ ഉമ്മത്തിനുണ്ടാകാൻ പോകുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ആലോചിക്കണം നമ്മൾ. എന്റെ ഉമ്മത്ത് അവസാനമാകുമ്പോ അവരുടെ മേല്, അവരുടെ നേർക്ക് കൈനീട്ടിക്കൊണ്ടിരിക്കും. ഏതുപോലെ ആർത്തി പൂണ്ട, വിശന്ന് വലഞ്ഞവരായ ആർത്തിപ്പണ്ടാരങ്ങള് ഭക്ഷണ തലികയിലേക്ക് ആർത്തിയോടെ കൈനീട്ടുന്നത് പോലെ എന്റെ ഉമ്മത്തിനെ നശിപ്പിക്കുവാൻ ചുറ്റുപാടുകളിൽ നിന്നും നീണ്ടുവരുന്നതായ ദംഷ്ടങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചത് നമ്മൾ മറന്നുകൂടാ. ആ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരായ ഒരാളെ സംബന്ധിച്ചിടത്തോളം തീക്കട്ട കയ്യിൽ പിടിക്കുന്നത് പോലെ ആയിത്തീരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വിദഅത്തുകളെ വാരിപ്പുണരാനും വിദഅത്തുകളെ പ്രചരിപ്പിക്കുവാനും അതിന്റെ പ്രചാരകന്മാരായി മാറുവാനും ഒരുപാട് ആളുകൾ ഉണ്ടാവുന്ന അവസ്ഥയും ഈ സമൂഹത്തിന് വരാനിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ നമ്മൾ അറിയുക, എവിടെയൊക്കെ ഒരു ബിദ്അത്ത് കടന്നു വരുന്നുവോ അവിടെയൊക്കെ ഒരു സുന്നത്ത്, ഒന്നിലധികം സുന്നത്തുകൾ ഈ ലോകത്ത് നിന്നും അതല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് പലപ്പോഴും കാണുവാൻ സാധിക്കുന്നത്. ബിദ്അത്തുകളെ ആ ഒരു തരത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഏതാണ് സുന്നത്തെന്നും ഏതാണ് ബിദ്അത്തെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിശ്വാസി സമൂഹത്തിന്റെ ഉള്ളിലേക്ക് അരിച്ചു കയറുകയും അത് മുസ്ലിം ഉമ്മത്തിന്റെ നാശത്തിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥ അതിന് സംജാതമാകുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കൊണ്ട് കാണുവാൻ സാധിക്കും. രണ്ട് തരത്തിലാണ് അതിനെ വിഭജിച്ചിട്ടുള്ളത്. ഇബ്തിദാഉ ഫിൽ ആദാതി കബിതിദാഇൽ മുഖ്തറആത്തിൽ ഹദീസ, ഭൗതികമായ കാര്യങ്ങളിലുള്ളതായ പുതിയതായ കാര്യങ്ങൾ ഉണ്ടാവും. ഭൗതികമായ സാഹചര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാവുന്നതായ പുതിയ സംവിധാനങ്ങളും രീതികളും ഉണ്ടാവും. അതിന് ഇസ്ലാമികമായി കൊണ്ടുള്ള പരിപ്രേക്ഷ്യം നൽകേണ്ടതായ ആവശ്യമില്ല. അത് നമ്മുടെ ആദത്തുകളായി, നമ്മുടെ പതിവുകളായി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനെ നമുക്ക് സ്വീകരിക്കുന്നതിന് വിരോധമില്ല. എന്നാൽ മതപരമായി കൊണ്ട് കടന്നു വരുന്നതായ പുതിയ രീതികളെ നമ്മൾ എതിർക്കപ്പെടേണ്ടതാണ്. അത് ഹറാമാണ്, അത് തള്ളപ്പെടേണ്ടതാണ്. ഒരിക്കലും നമുക്ക് പാടില്ലാത്ത
മാറി നിൽക്കേണ്ടതായ രീതിയിലാണ് ആ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമികമായി കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു തന്നിട്ടുള്ളാത്ത, നേരത്തെ പറഞ്ഞല്ലോ, ഈ രീതിയിലുള്ള ഹുസൈനിയാത്തുകളും സമ്പ്രദായങ്ങളും ഒക്കെ ലോകത്തേക്ക് കടന്നു വരുന്നത് 4-ാം നൂറ്റാണ്ടിലാണ് എന്ന് കാണുവാൻ സാധിക്കും. ഒന്നുകൂടി കൃത്യമായി കൊണ്ട് പറഞ്ഞാൽ ഹിജ്റ 334-ലായിരുന്നു ഈജിപ്തിൽ ആദ്യമായി കൊണ്ട് ഈ രീതിയിലുള്ളതായ ആ വിദഅത്തിന്റെ രൂപഭേദങ്ങൾ കടന്നു വന്നത് എന്ന് ചരിത്രം പരിചയപ്പെടുത്തുമ്പോഴാണ് ഹുസൈനിയാത്തുകൾ കടന്നു വന്നത് 4-ാം നൂറ്റാണ്ടിലാണെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമ നൂറ്റാണ്ടുകളായി കൊണ്ടെണ്ണി പറഞ്ഞതായ ആദ്യ 3 നൂറ്റാണ്ട് കാലങ്ങളിലൊന്നും ലോകത്ത് കണ്ടിട്ടില്ലാത്ത, വിശ്വാസ സമൂഹം ദർശിച്ചിട്ടില്ലാത്ത, മദ്ഹബിന്റെ ഇമാമുകൾക്കറിയാത്ത, ഹദീസിന്റെ പണ്ഡിതന്മാരാരും തൊട്ടു നോക്കിയിട്ടില്ലാത്തതായ ആചാര രീതികളാണ് ഹുസൈനിയാത്തുകളായിക്കൊണ്ട് 4-ാം നൂറ്റാണ്ടിൽ കടന്നു വന്നിട്ടുള്ളത്. ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ചതായ ഈ മഹൽവര്യന്മാരെല്ലാം മരണപ്പെട്ടു പോയതിനു ശേഷം ഇസ്ലാമിക ലോകത്ത് കടന്നു വന്നിട്ടുള്ള പുത്തനാചാരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് മുളയിലെ നുള്ളിക്കളയാനും അതിനെതിരെയുള്ളതായ പ്രവർത്തനങ്ങളിൽ നിരതരാകുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്, അല്ലെ? ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക, ഒരു ബിദ്അത്ത് എന്ന് പറഞ്ഞാല് അതിന് മായകൂനു ഫി അസ്ലിൽ ഇബാദ, അതിന് മതപരമായി കൊണ്ട് തന്നെ അതിന്റെ യാതൊരു അടിസ്ഥാനത്തിലും അതിനെ ഒരു ആരാധനയായി കൊണ്ട് കാണുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. അടിസ്ഥാനമില്ലാത്തതായ ഒരു കർമ്മം മതത്തിലേക്ക് കടന്നു വന്നാൽ അതിനെ ബിദ്അത്ത് എന്ന് നമുക്ക് വിളിക്കാം. രണ്ടാമത്, ആരാധനയിൽ ഏതെങ്കിലും രീതിയിലുള്ള വർദ്ധനവുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദിക്ർ ചൊല്ലലായിരിക്കും, സ്വലാത്ത് ചൊല്ലലായിരിക്കും, പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാത്ത, പഠിപ്പിച്ചു തരാത്ത രീതിയും എണ്ണവും അതിനുണ്ടായി കഴിഞ്ഞാൽ അത് ബിദ്അത്തായി കൊണ്ട് പരിഗണിക്കപ്പെടും എന്നുള്ളതാണ്. ആരാധനകൾ അർപ്പിക്കുന്നതിന്റെ രൂപങ്ങളിൽ വ്യത്യാസം വരിക എന്നുള്ളത്, അല്ലെ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത രൂപങ്ങളിലൂടെ അത് ആരാധനയായി പഠിപ്പിച്ചതാവാം, പ്രതിഫലാർഹമായ കർമ്മങ്ങളാവാം, സുന്നത്തായി കൊണ്ടെണ്ണപ്പെടുന്നതാവാം, പക്ഷേ അത് നടപ്പിലാക്കുന്ന രീതി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതല്ല എങ്കിൽ, അത് പ്രത്യേകമായ സ്ഥലത്ത് ഒരുമിച്ച് കൂടിക്കൊണ്ട് പ്രത്യേകമായ ഈണത്തിലും താളത്തിലും ചൊല്ലുന്ന ഒരു രീതി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടില്ല എങ്കിൽ അതിനെ ബിദ്അത്തായി കൊണ്ട് തന്നെ കാണുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രത്യേകമായ സമയത്ത് പ്രത്യേകമായി ചെയ്യുന്നതായ ആരാധനാ കർമ്മങ്ങൾ അതിനും മതത്തിൽ തെളിവില്ല എന്ന് കാണാൻ സാധിക്കും. ചില സമയങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ മുഹറം 10-ന്റെ അന്ന് ഈ രീതിയിലുള്ള ഒരു കാര്യം ചെയ്യുവാൻ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ജീവിച്ചിരുന്നതായ കാലത്തോ അല്ലെങ്കിൽ പ്രവാചകന്റെ ജീവിതകാലത്തിന് മുമ്പ് മൺമറഞ്ഞു പോയ ഏതെങ്കിലും പ്രവാചകന്മാരുടെയോ മഹാന്മാരുടെയോ ഈ രീതിയിലുള്ളതായ അവരുടെ ജന്മമോ മരണമോ ആയിക്കൊണ്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ അതിന് പ്രവാചകന്റെ ജീവിതത്തിൽ എവിടെയും മാതൃകയില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ബിദ്അത്തുകളുടെ സ്വഭാവങ്ങൾക്കനുസരിച്ചു കൊണ്ട് തന്നെ അതിന്റെ വിധിയിലും സ്വഭാവമായി കൊണ്ട് വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്ന് കാണുവാൻ സാധിക്കും, അല്ലെ? അത് ബിദ്അത്തിന് എല്ലാം ഒരേ ബിദ്അത്ത് എന്നുള്ള രീതിയിലല്ല, മറിച്ച് ഗൗരവമേറുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ഉണ്ടാവും. അതിന് ഉദാഹരണമാണ് ഇപ്പൊ ഖബറുകൾ അടുക്കൽ പോയിക്കൊണ്ട് ആ ഖബറിനെ തവാഫ് ചെയ്യുകയും അവിടെ ഖബറിൽ കിടക്കുന്നവരായ ആളുകളോട് പ്രാർത്ഥിക്കുകയും അവർക്കുള്ള നേർച്ച വഴിപാടുകൾ ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിലെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കർമ്മം എന്നതുപോലെ തന്നെ അത് കുഫ്രിയത്തും കൂടിയാണ് എന്ന് കാണാൻ സാധിക്കും, അല്ലെ? അതിനെ വെറും ഒരു ബിദ്അത്തായിക്കൊണ്ട് കണ്ട് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല. ചെയ്യുന്ന കർമ്മങ്ങളുടെ രീതിശാസ്ത്രം അനുസരിച്ചുകൊണ്ട് അതിന്റെ വിധികളിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ശിർക്കുകളിലേക്ക് വഴി തുറക്കുന്നതായ കർമ്മങ്ങളുണ്ട്. ഖബറുകൾ ഉണ്ടാക്കുക എന്നുള്ളത്, മഖാമുകൾ കെട്ടിപ്പൊക്കുക എന്നുള്ളത്, ജാറങ്ങൾ പടുത്തുയർത്തുക എന്നുള്ളത്, ഇത് ഹറാമായ ഒന്നായിക്കൊണ്ടാണ്. ബിദ്അത്താണ് ആ സംഗതി, പക്ഷെ അതിന്റെ വിധി അത് ഹറാമാണ് എന്നുള്ളതാ. അത് ഹറാമാണ്, അത് ശിർക്കിലേക്ക് എത്തിക്കുന്നതായ ഒരു വസീലയാണ്. വസീലത്തിന് ശിർക്കാണത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഹറാമായ ഗണത്തിന്റെ പരിധിയിലാണ് അതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ ആ കർമ്മം യഥാർത്ഥത്തിൽ ബിദ്അത്താണ്. അതേപോലെ തന്നെ വിവാഹം
കഴിക്കാതെ മാറി നിൽക്കുക എന്നുള്ളത് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്തതായ ഒരു പുതിയ ആചാരമാണ്, ബിദ്അത്താണ്. പക്ഷേ അതിനെ ഒരു തെറ്റായ ഒരു പാപമായ രീതിയിലാണ് അതിനെ എണ്ണുന്നത് എന്ന് കാണുവാൻ സാധിക്കും. വെയിലത്ത് നിന്ന് നോമനുഷ്ഠിച്ചവനെ പറ്റി പ്രവാചകൻ പറഞ്ഞതും അതായിരുന്നു. അവൻ ചെയ്തതായ ഒരു പ്രവൃത്തി നല്ലതാണ്, പക്ഷേ ആ രീതിയിൽ ചെയ്യാനുള്ള പ്രവാചകന്റെ മാതൃക ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ ഒരു പാപമായി കൊണ്ടാണ് എണ്ണുന്നത്. അപ്പൊ ബിദ്അത്തുകൾ തന്നെ ചിലത് ശിർക്കായിട്ടുണ്ടാവും, ചിലത് കുഫ്റായിട്ടുണ്ടാവും, ചിലത് ഹറാമായിട്ടുണ്ടാവും, ചിലത് പാപമായി കൊണ്ടെണ്ണുന്നതും ഉണ്ടായിരിക്കും. അതിന്റെ രീതിയും അതിൽ ചെയ്യുന്നതായ കർമ്മങ്ങൾക്കും അനുസരിച്ചു കൊണ്ടാണ് അതിന്റെ വിധികളിൽ വ്യത്യാസം വരുന്നത് എന്നും നമ്മൾ അറിയുക. അതേപോലെ തന്നെ ബിദ്അത്തുകളിൽ നല്ലതായതും ചീത്തയായതും ഉണ്ടോ എന്നുള്ള ചർച്ച ഒരിക്കലും ഇസ്ലാമിക ലോകത്ത് പ്രസക്തമല്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു സന്ദർഭത്തില് സഹാബാക്കളെ അഭിമുഖീകരിക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ തുടക്കത്തിൽ പറയാറുണ്ടായിരുന്നത് കുല്ലു ബിദ്അത്തിൻ ദലാല എന്നുള്ളതാ. എല്ലാ ബിദ്അത്തുകളും ദലാലത്തുകളാണ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളൂ. അതിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും ഒരു പ്രത്യേകമായ ഒരു കാര്യത്തെ, ഒരു പ്രത്യേകമായ ഒന്നിനെ നല്ലതായോ മോശമായി കൊണ്ടോ വേർതിരിച്ചതായി കൊണ്ട് കാണുവാൻ സാധിക്കുകയില്ല. കുല്ലു ബിദ്അത്തിൻ ദലാല മിൻ ജവാമിഇൽ കലമി ലാ യഖ്റുജു അൻഹു ശൈഅ്, അതിൽ നിന്നും ഒന്നും പുറത്തു പോകുന്നില്ല. വഹുവ അസ്ലുൻ അലീമുൻ മിൻ ഉസൂലുദ്ദീൻ, മതത്തിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒന്നാണ്. വഹുവ ശബീഉൻ ബിഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായ ഈ മതത്തിൽ ഇല്ലാത്തത് ആരെങ്കിലും ഉണ്ടാക്കി തീർത്താൽ അതിനെ തള്ളേണ്ടതാണ് എന്ന് പറഞ്ഞിടത്ത് ചിലതൊക്കെ തള്ളണമെന്നും ചിലതൊക്കെ കൊള്ളണമെന്നും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാം തള്ളണമെന്നുള്ളതാണ് റസൂൽ പറഞ്ഞിരിക്കുന്നത്. ഫകുല്ലു മൻ അഹദത ശൈഅൻ വനസബഹു ഇലദ്ദീൻ, പുതിയതായി കൊണ്ട് ആചാരം ഉണ്ടാക്കുകയും അതിന് ദീനീ പരിവേഷം നൽകുകയും ചെയ്യുന്നവരായ ആളുകൾ വലം യകുല്ലഹു അസ്ലുൻ മിനദ്ദീൻ യർജിഉ ഇലൈഹി വഹുവ ദലാല, അതിന്റെ അടിസ്ഥാനപരമായി മതത്തിൽ പ്രമാണങ്ങളില്ല എങ്കിൽ അത് വഴികേട് തന്നെയാണ്. വദ്ദീനു ബരീഉൻ മിൻഹു, മതം അതിൽ നിന്നും ഒഴിവാണ്. വസവാഉൻ ദാലിക മസാഇൽ ഇഅ്തിഖാദിയ അവൽ അഅമാലി അവൽ ഖവാലുൽ ളാഹിറ വൽ ബാത്തിന, വിശ്വാസപരമായ കാര്യങ്ങളായിരുന്നാലും കർമ്മപരമായ കാര്യങ്ങളായിരുന്നാലും വർത്തമാനങ്ങളായിരുന്നാലും ആ രീതിയിലുള്ള നടപടിക്രമങ്ങളായിരുന്നാലും ചെയ്തു പോരുന്ന ആചാരങ്ങളായിരുന്നാലും ശരി, അതെല്ലാം ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടും എന്നുള്ളത് തന്നെയാണ് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിനെ കുറിച്ച് വ്യക്തമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടില്ല എങ്കിൽ അതിനെ വിധികർത്തലായി കൊണ്ട് കാണാൻ നമുക്ക് കഴിയണം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി തആല എപ്പോഴാണ് ഇതിന്റെ ഒരു ഉത്ഭവം ഉണ്ടായത് എന്ന് പറയുന്നതായി കൊണ്ട് കാണാം. ബിദ്അത്തിന്റെ ആളുകളും ശിർക്കിന്റെ ആളുകളും ഇസ്തിഹാസയുടെ ആളുകളും ഒക്കെ ലോകത്താദ്യമായി കൊണ്ട് ഇതിനെ എതിർത്തതായ വ്യക്തി എന്ന് അവര് തന്നെ മുദ്ര ചാർത്തി കൊടുത്തിട്ടുള്ളതായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി തആല പറയുന്നുണ്ട്, വഅലം അന്ന ആമത്തുൽ ബിദ്അൽ മുതഅല്ലഖ ബിൽ ഉലൂമി والعبادات في هذا القدر وغيره إنما وقع في الأمة في أواخر خلافة الخلفاء الراشدين كما أخبر به النبي صلى الله عليه وسلم من يعش منكم يرى اختلافا كثيرا وإياكم ومحدثات الأمور فإنها ضلالة فمن أدرك ذلك منكم فعليه بسنتي وسنة الخلفاء الراشدين المهديين عضوا عليها അതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിനെ മുന്നിൽ വെച്ചുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾ അറിയണം, ആമത്തുൽ ബിദ്അ അൽ മുതഅല്ലഖ ബിൽ ഉലൂമി വൽ ഇബാദാത്തി ഫീ ഹാദൽ ഖദ്രി വഅയ്ദിഹി ഇന്നമാ വഖഅ ഫിൽ ഉമ്മത്തി ഫീ അവാഖിർ ഖിലാഫത്തിൽ ഖുലഫാഇർ റാഷിദീൻ, ഖുലഫാഇർ റാഷിദീങ്ങളുടെ ഖിലാഫത്തിന്റെ കാലം കഴിയുമ്പോൾ തന്നെ ഈ രീതിയിലുള്ളതായ ആളുകൾ യഥാർത്ഥമായ മതപരമായ ആചാരങ്ങളുമായി മുറുകെ പിടിച്ച് ജീവിച്ചിരുന്നവരായ ആളുകളായിരുന്നു. എന്നാൽ അതിനുശേഷം വന്നവരായ ആളുകളാണ് ഈ മതത്തിൽ പുതിയതായ കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അത് അല്ലാഹുവിന്റെ റസൂല് നമുക്ക് താക്കീത് നൽകിയതാണ്. എന്റെ ഉമ്മത്തിൽ തന്നെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ വരും. മയ്യഅ്ശ് മിൻകും, ആർക്ക്
എന്റെ സമൂഹത്തിലെ, എന്റെ സമുദായത്തിലെ, എന്റെ തലമുറയിൽപ്പെട്ടവരായ ആളുകളിൽ നിങ്ങൾക്ക് കുറച്ചധിക കാലം ജീവിക്കാൻ ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഈ മുസ്ലിം ഉമ്മത്തിനിടയിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ വിഷയങ്ങളിൽ ഇഖ്തിലാഫുകൾ കടന്നു വരുന്നത് കാണാം. ഏത് തരത്തിലുള്ള ഇഖ്തിലാഫുകളാണ്? വയ്യാകും വമുഹ്ദിസാത്തിൽ ഉമൂർ. ഇഖ്തിലാഫുകളായിക്കൊണ്ട് കടന്നു വരുന്നത് മതത്തിൽ അവർ പുതിയതായി കൊണ്ടുണ്ടാക്കുന്നതായ പുത്തനാചാരങ്ങളായിക്കൊണ്ടായിരിക്കും. ആ മുഹദ്ദിസാത്തുകളായിക്കൊണ്ടാണ് അത് കടന്നു വരിക, ദീനിൽ കടന്നു വരിക. മതത്തിൽ അവര് കഷ്ണമായി പോകുന്നത്, അവര് വ്യതിചലിച്ചു പോകുന്നത്, അവർ വ്യത്യസ്ത വിഭാഗങ്ങളായി അവാന്തര കക്ഷികളായിക്കൊണ്ട് വേറിട്ട് പോകുന്നതിന് കാരണമായി തീരുന്നത് ഈ ബിദ്അത്തുകളായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ഫഇന്നഹാ ളലാല. അങ്ങനെ ഉണ്ടാക്കുന്ന മുഴുവൻ പുത്തനാചാരങ്ങളും വഴികേടാണ്. ഫമൻ അദറക ദാലിക മിൻഹും ഫഅലൈഹി ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾ അത്തരം ബിദ്അത്തുകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. എന്ന് വെച്ചാൽ ആ ഒരു കർമ്മം ഒരു ഇസ്ലാമികമാണെന്ന് പറഞ്ഞ്, പ്രതിഫലാർഹമായതാണെന്ന് പറഞ്ഞ് ഒരു കർമ്മം നിങ്ങളുടെ മുൻപിലേക്ക് വരുന്ന ഒരു അവസരം ഉണ്ടായാൽ, നിങ്ങൾക്ക് കാണേണ്ടതായ ഇട വന്നാൽ നിങ്ങൾ ആലോചിക്കുക, എന്റെ കാലത്ത് അഥവാ പ്രവാചകന്റെ കാലത്ത് അങ്ങനെ ഒരു കർമ്മം നടന്നിട്ടുണ്ടോ? ആ പ്രവാചകന്റെ സഹാബാക്കളുടെ കാലത്ത് അങ്ങനെ ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അങ്ങനെ അവിടെ എന്താണോ നിങ്ങൾ കാണുന്നത്, ആ പ്രവാചകന്റെ ജീവിതത്തിലോ സഹാബാക്കളുടെ ജീവിതത്തിലോ അങ്ങനെ ഒന്ന് നിങ്ങൾ കണ്ടാൽ അവർ ചെയ്തിരുന്ന കാര്യങ്ങളെ നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് മുറുകെ പിടിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെ, ഈ ഏറ്റവും അധികം ബിദ്അത്തുകൾ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി തആല ലോകത്തോട് വളരെ കൃത്യമായി കൊണ്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അത് വന്നിരിക്കുന്നത് ഇറാഖാൻ എന്ന അദ്ദേഹം പേരിട്ട് വിളിച്ചതായ ഷിയാക്കളുടെ താവളങ്ങളായിരുന്ന കൂഫയും ബസ്രയും ഷാമും ഉൾക്കൊള്ളുന്നതായ ആ നാടുകളിൽ നിന്നാണ് യഥാർത്ഥത്തില് ഇത്തരത്തിലുള്ളതായ ബിദ്അത്തുകൾ ആദ്യമായി കൊണ്ട് കടന്നു വന്നിരിക്കുന്നത്. മിൻഹാ ഖറജൽ ഖുർആൻ വൽ ഹദീസ് വൽ ഫിഖ് വൽ ഇസ്ലാമിന്റെ കാര്യങ്ങളായി കൊണ്ടറിയപ്പെടുന്ന പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും അത്തരത്തിലുള്ള ചർച്ചകളും ഒക്കെ അവിടെ നിന്നും പുറത്തു പോകുന്ന അവസ്ഥയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പട്ടണമായ മദീനയിൽ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലോകത്തുദയം ചെയ്തത് ഈ നാടുകളിൽ നിന്നുള്ളായിരുന്നു. കൂഫയിൽ നിന്നും ഉറവെടുത്തതായ ഷിയാക്കളായിരുന്നു ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പിന്നീട് പടർന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പടർന്നു പിടിക്കുന്നതിന് കാരണമായി തീർന്നതും. പിന്നീട് അവിടെ നിന്നും അത് മറ്റു സ്ഥലങ്ങളിലേക്കും പടർന്നു പിടിക്കുകയുണ്ടായി. മുഅ്തസിലിയായിട്ടുള്ള വിശ്വാസങ്ങളും ഖദരിയാക്കളുടെ ഇഅ്തിഖാദിയായ ചിന്തകളും രീതികളും ഒക്കെ കടന്നു വന്നിട്ടുള്ളത് ബസ്ര എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നുമായിരുന്നു. അതാണ് പിന്നീട് മറ്റു നാടുകളിലേക്കും പടർന്നു പോയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഖദറുമായി കൊണ്ട് ബന്ധപ്പെട്ട ഖദരിയാക്കളുടെ ചിന്തകളും ആ രീതിയിലുള്ളതായ വിശ്വാസ കാര്യങ്ങളും ഒക്കെ കടന്നു വന്നിട്ടുള്ളത് ഷാമിൽ നിന്നായിരുന്നു. അവിടെ നിന്നത് മറ്റുള്ള നാടുകളിലേക്കും പടരുന്ന അവസ്ഥയുണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. ബിദ്അത്തിന്റെ ഏറ്റവും വലിയ മോശമായ സ്ഥലങ്ങളായി കൊണ്ടറിയപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ നിന്നും ഷിയാക്കളിലൂടെയാണ് ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക്
ബിദ്അത്ത് എന്നുള്ളതായ ആചാരങ്ങള് കടന്നു വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്റെ ഫതാവയിൽ മജ്മുഅൽ ഫതാവയിൽ വളരെ കൃത്യമായി കൊണ്ട് പരിചയപ്പെടുത്തുന്നു. പരിശുദ്ധ ഖുർആന് അതിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. വഅന്ന ഹാദാ സിറാത്തി, പ്രവാചകൻ പറയാ, പ്രവാചകരെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ, ഞാൻ ഈ വിട്ടേച്ചു പോകുന്ന, ഞാൻ ഈ പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്നതായ ഈ പാതയുണ്ടല്ലോ, ഈ മാർഗമുണ്ടല്ലോ, അതാണ് നേരായ മാർഗമായിട്ടുള്ളത്. ഫത്തബിഊഹു, ആ മാർഗമാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വലാ തത്തബിഉസ് സുബുല, അതല്ലാത്തതായ ഒരുപാട് മാർഗങ്ങൾ ഉണ്ടാവാം, ഒരുപാട് വഴികൾ ഉണ്ടാവാം. ആ വഴികളൊന്നും നിങ്ങൾ പിൻപറ്റുവാൻ പാടില്ല. ആ വഴികളിലൂടെ നിങ്ങൾ പിൻപറ്റി പോയി കഴിഞ്ഞാൽ ഫതഫറഖ ബികും അൻ സബീലിഹി, അല്ലാഹുവിന്റെ ആ മാർഗത്തിൽ നിന്നും പ്രവാചകൻ പഠിപ്പിച്ചതായ സബീലിൽ നിന്നും ആ രീതിയിൽ നിങ്ങൾ സുബലുകളെ പിൻപറ്റി കഴിഞ്ഞാൽ തഫറഖ ബികും, അത് നിങ്ങളെയുമായി കൊണ്ട് ചിന്ന ഭിന്നമായി പോകും. നിങ്ങൾ ആ മാർഗത്തിൽ നിന്നും തെറ്റിപ്പോകുന്ന ഒരവസ്ഥ വരും. ദാലികും വസ്സാകും ബിഹി, നിങ്ങൾക്ക് നാം വസിയ്യത്ത് നൽകുകയാണ് ഈ കാര്യങ്ങൾ, എന്റെ ഉമ്മത്തിന് ഒരു വസിയ്യത്തായി പറഞ്ഞു തരികയാ. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി കൊണ്ട് ജീവിക്കുവാനായി ഞാൻ നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞു തരികയാണ് എന്ന് സൂറത്തുൽ അൻആമിന്റെ 153-ാം വചനമായി കൊണ്ട് പടച്ചതമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ദീനായി കൊണ്ട് സ്വീകരിക്കേണ്ടതുള്ളൂ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നത് മതമായി കൊണ്ട് ആചരിക്കേണ്ടതുള്ളൂ. അബ്ദുല്ലാഹി റസൂലുള്ളാഹി പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വര വരച്ചു വന്നതായ സന്ദർഭം നമ്മൾ കേട്ടതാ. ഖത്തലനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്ത, പ്രവാചകൻ ഒരു വലിയ നീണ്ട വര ഞങ്ങൾക്ക് വരച്ചു തന്നു. ഹദാ സബീലുള്ളാഹ്, ഇത് അല്ലാഹുവിന്റെ മാർഗ്ഗമാണെന്ന് പറഞ്ഞു തന്നു. ثم خط خطوطا عن يمينه وعن شماله, ആ വരയുടെ ഇടതും വലതുമായി കൊണ്ട് ഒരുപാട് വരകൾ വരച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ثم قال هذه سبل, ആ പറഞ്ഞതായ ഖുർആൻ പറഞ്ഞതായ സുബലുകളാണ് കൂട്ടരെ ഇത്. قال يزيد متفرقة على كل سبيل, ഈ നേരായ പാതയിൽ നിന്നും വഴിതിരിഞ്ഞു പോകുന്നതായ ഒരുപാട് ഒരുപാട് വഴികൾ നിങ്ങൾക്ക് മുമ്പിൽ കാണുവാൻ സാധിക്കും. അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്വാനുൻ യദ്ഉ ഇലൈഹി, ആ ഓരോ നേർവഴിയുടെ ആ വളവിലും തിരിവിലും ഓരോ പിശാചിരിക്കുന്നുണ്ടായിരിക്കും, ശൈത്താൻ ഇരിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളെ ശൈത്താനിയത്തിലേക്ക്, ബിദ്അത്തിലേക്ക്, വഴികേടിലേക്ക് വിളിക്കുന്നതായ ശൈത്താനുകൾ ഇരിക്കുന്നുണ്ടാവുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ നമ്മൾ ആലോചിക്കുക. നേരായ മാർഗത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ ആ സന്മാർഗത്തിൽ നിന്നും ബിദ്അത്തിന്റെ ദുർമാർഗത്തിലേക്ക് നമ്മളെ വിളിക്കുന്നതായ പിശാചുക്കൾ മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഉണ്ടായിരിക്കും. മനുഷ്യ പിശാചുകളെയും കരുതിയിരിക്കണം, ജിന്ന് പിശാചുക്കളെയും നമ്മൾ കരുതിയിരിക്കണം. ആ വിജയത്തിന്റെ വഴികേടിലേക്ക് നമ്മൾ വിളിച്ചു കൊണ്ടുപോകുന്നതായ ആളുകളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരെ സംബന്ധിച്ച് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത് അവർ ദേഹേച്ഛകളെ പിൻപറ്റുന്നവരായിരിക്കും. അവർക്ക് ഖുർആൻ നോക്കേണ്ടതില്ല, അവർക്ക് സുന്നത്തിനെ തിരിയേണ്ടതില്ല. അവരെ സംബന്ധിച്ചാ പറഞ്ഞത് ഫൈലം യസ്തജീബൂ ലക ഫഅലം അന്നമാ യത്തബിഊന അഹ്വാഅഹും വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ അഹ്വാഅഹു ബിഗൈരി ഹുദം മിനല്ലാഹ് ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. പ്രവാചകരെ ഫൈലം യസ്തജീബൂ ലക, നിങ്ങൾ പറയുന്നതായ പരിശുദ്ധ ഖുർആനിന്റെ വഴിയിലേക്ക്, പ്രവാചകന്റെ സുന്നത്തിലേക്ക്, പ്രവാചകന്റെ സഹാബികൾ ജീവിച്ച വഴിയിലേക്ക് അവർ ഉത്തരം നൽകി വരുന്നില്ല എങ്കിൽ ഫഅലം, അറിഞ്ഞോ, എന്തേ ഈ കൂട്ടർ വരാത്തത്, എന്തേ ഇവർക്ക് പറ്റിപ്പോയത്? ഇവർക്ക് വിവരമില്ലാഞ്ഞിട്ടാണോ? അവർക്ക് വിജ്ഞാനമില്ലാഞ്ഞിട്ടാണോ? അവർക്ക് ദീന് തിരിയാത്തത് കൊണ്ടായിരുന്നോ? ഒന്നുമല്ല. ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അന്നമാ യത്തബിഊന അഹ്വാഅഹും, അവർ പിൻപറ്റുന്നത് അവരുടെ ഇഷ്ടങ്ങളെയാണ്, അവരുടെ ദേഹേച്ഛകളെയാണ്, അവർക്ക് ഭൗതികമായ താല്പര്യങ്ങളാണുള്ളത്. അള്ളാന്റെ അടുക്കൽ നിന്നുള്ള സന്മാർഗത്തെ വിട്ടുകൊണ്ട് ആരെങ്കിലും ദേഹേച്ഛകളെ പിൻപറ്റിപ്പോയാൽ
ജീവിക്കുന്നവരായിരുന്നാലും അള്ളാന്റെ ഹിദായത്ത് അവർക്ക് കിട്ടൂല. അവർ ദേഹേച്ഛകൾക്ക് മുൻഗണന നൽകിയവരായ ആളുകളാണ് എന്നതുകൊണ്ടാണ് എത്ര കൃത്യമായിട്ടാ ഖുർആൻ പഠിപ്പിക്കുന്നത്. കാണുന്നില്ലേ നിങ്ങൾ, തന്റെ ആരാധനാമൂർത്തിയെ, തന്റെ ദേഹേച്ഛയെ, തന്റെ ഇഷ്ടത്തെ തന്റെ ആരാധനാമൂർത്തിയായി തിരഞ്ഞെടുത്തവരായ ആളുകളെ അവർ അല്ലാഹു പഠിപ്പിക്കും. ദേഹേച്ഛകൾക്ക്, ഭൗതികമായ സുഖങ്ങൾക്ക്, ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ വിൽക്കാൻ ശ്രമിക്കുന്നവരായ ആളുകളെ അവർ നേടിയതായ ഇൽമ കൊണ്ട് തന്നെ പടച്ചതമ്പുരാൻ അവരെ വഴിതെറ്റിക്കുന്ന അവസ്ഥയുണ്ടാവും. അവർക്ക് ഈ സത്യം കേൾക്കാനുള്ള കാതുകൾ ഉണ്ടാവുകയില്ല, അവർക്ക് സത്യത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള മനസ്സുണ്ടാവുകയില്ല. അല്ലാഹു അവരുടെ കാതുകൾക്ക് സീൽ വെക്കും, അല്ലാഹു അവരുടെ ഹൃദയങ്ങൾക്കും സീൽ വെക്കും. അവരുടെ കാഴ്ചകൾക്ക് അല്ലാഹു മൂടുപടമിടും, അവർക്ക് സത്യം കാണാൻ സാധിക്കുകയില്ല. അല്ലാഹു മാർഗം കാണിച്ചിട്ടില്ല എങ്കിൽ ആർക്കാണ് കൂട്ടരെ സന്മാർഗത്തിലെത്താൻ സാധിക്കുക? എന്തേ നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അറിയണം, നമ്മൾ പടച്ചതമ്പുരാന്റെ അടുക്കൽ നിന്നും നമുക്ക് ലഭിച്ചതായ ഇൽമു കൊണ്ട് അള്ളാന്റെ ദീനിനെ സ്ഥാപിക്കാനും സുന്നത്തിനെ സ്ഥാപിക്കാനും ശ്രമിക്കാതെ ദേഹേച്ഛയെ പിൻപറ്റുന്ന അവസ്ഥയുണ്ടായാൽ ആ ഇൽമു കൊണ്ട് തന്നെ പടച്ചതമ്പുരാൻ അവരെ വഴിതെറ്റിക്കുമെന്നും അവരുടെ കാഴ്ചകളെയും അവരുടെ കഴിവിനെയും അവരുടെ ഹൃദയങ്ങളെ പോലും സീൽ വെക്കുന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ട് ചെന്നെത്തിക്കുമെന്നും അവർക്കൊരു കാലത്തും ഹിദായത്തിലേക്ക് എത്താൻ പറ്റുകയില്ല എന്നും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, മടങ്ങുക. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതിലേക്ക്. ഷിയാക്കളുടെ, ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളുടെ ആധാരങ്ങൾ നമുക്ക് വേണ്ട, അത് സുന്നത്തിന്റെ ഭാഗമാവണ്ട, അത് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടണ്ട, അത് ഷിയാക്കൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യകളിലേക്ക്, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളുടെ ജീവിത മാർഗത്തിലേക്ക് വിശ്വാസി സമൂഹമേ നമുക്ക് തിരിച്ചു വരാം. അവിടെ നമുക്ക് ഉറച്ചു നിൽക്കാം. അത് നമുക്ക് അണപ്പല്ലുകൾ കൊണ്ട് മുറുകെ പിടിക്കാം. അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ വിട്ടേച്ചു പോയത് ആ മാർഗത്തിലാ. തറക്തുക്കും നിങ്ങൾ ഞാൻ വിട്ടേച്ചിരിക്കുന്നത് അൽ മഹജ്ജത്തിൽ ബൈളാ, ഒരു നല്ല പാതയില, ഒരു നല്ല മാർഗത്തില. അവിടെ നിന്നും ഒരിക്കലും നിങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. ലൈലുഹാ കനഹാരിഹാ, അതിലെ രാവ് പോലും പ്രശോഭിതമാ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതായ ദീനിൽ അർത്ഥസംഖ്യകൾക്കിടയില്ല, നമുക്ക് സംശയങ്ങൾക്കിടയില്ല. അതിന്റെ രാവ് പോലും പ്രകാശിതമാ. ഇരുട്ടിന്റെ അംശം പോലുമില്ലാത്ത സദാസമയവും പ്രകാശിക്കുന്നതായ പ്രശോഭനമായ ആ ഒരു രീതിയുള്ള വഴിയാണ് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വിട്ടേച്ചു തന്നിട്ടുള്ളത്. ആ വഴിയിലൂടെ മുന്നോട്ട് പോവുക. അതിന് പ്രവാചകന്റെ അധ്യാപനങ്ങൾ മുറുകെ പിടിക്കുക. ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ പ്രമാണങ്ങളിൽ നിന്നും പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. വിദേഹത്തിന്റെ കടന്നുവരവിനെ നമ്മൾ വളരെ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ നോക്കിക്കാണുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്റെ സുന്നത്തിനെ അനുധാവനം ചെയ്തുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസത്യത്തെ, ബിദ്അത്തിനെ തെറ്റായി കൊണ്ട് മനസ്സിലാക്കുവാനും അതിനെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.